ഹായ് കൂട്ടുകാരെ, 30/6/2021 വന്ന മലയാളത്തിന് വിക്ടേഴ്സിന് ക്ലാസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ? നൗഫൽ മാഷ് നന്നായി ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ്സിൽ നൗഫൽ മാഷ് ഒരു കഥ പറഞ്ഞിരുന്നു. കൂട്ടുകാരെല്ലാം കേട്ടോ? അത് കഥ റേഡിയോയിലൂടെ എല്ലാവരും കേട്ടു അല്ലേ? അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കഥ എഴുതാം എന്നുള്ളതാണ്. വടി ഒടിയട്ടെ എന്ന കഥ കേട്ടില്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി ആ കഥയൊന്ന് എഴുതി നോക്കൂ. വടി ഒടിയട്ടെ എന്ന കഥയുടെ ഹെഡിങ് തലക്കെട്ട് ആദ്യം എഴുതുക. അനഘ കണ്ണുകൾ ഇറുകെ ചിമ്മി. നാണുമാഷ് ഗോപുവിനെ ഇപ്പോൾ അടിക്കും. അയ്യോ, കാണാൻ വയ്യ. ചെത്തി മിനുക്കിയ ആ പുളിവടി കൊണ്ടുവന്നത് ഗോപു തന്നെയാണ്. അവൻ ഇന്ന് കണക്കിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല. നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിക്കുമെടാ. മാഷിൻ്റെ കണ്ണിൽ തീ പാറുന്നുണ്ട്. എൻ്റെ മുത്തപ്പ, ആദ്യത്തെ അടിയിൽ തന്നെ ആ വടി ഒടിഞ്ഞു പോകട്ടെ, അനഘ മനസ്സിൽ പറഞ്ഞു. ക്ലാസ്സിൽ നിശബ്ദത. പെട്ടെന്ന് അടിക്കാൻ ഓങ്ങിയ മാഷിൻ്റെ കയ്യിൽ നിന്ന് വടി തെറിച്ചുപോയി. ശും! വാതിലിനടുത്തിരിക്കുന്ന ഫാത്തിമയുടെ മുന്നിലാണ് വടി ചെന്ന് വീണത്. വടിയെടുക്കാൻ മാഷ് വാതിലിനടുത്തേക്ക് കുതിച്ചു. ഉമ്മോ, ദാ വടി പറക്കുന്നേ! ഫാത്തിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും വാതിലിനടുത്തേക്ക് ഓടി. മാഷ് വരാന്തയിൽ എത്തിക്കഴിഞ്ഞു. അനഘ കണ്ണു തിരുമ്മി മിഴിച്ചു നോക്കി. ഇതെന്തു കഥ? വടി വരാന്തയിൽ ഓഫീസിന് മുന്നിലായി കുത്തനെ നിൽക്കുകയാണ്. വടിയുടെ പിറകെ മാഷുമാരും ടീച്ചർമാരും ഓടി വന്നു. പിന്നാലെ കുട്ടികളും. വടി ഇപ്പോൾ കൊടിമരത്തിനടുത്താണ്. വലിയ കൊടിമരത്തിനടുത്ത് ഒരു ചെറിയ കൊടിമരം പോലെ മാഷുമാരും കുട്ടികളുമെല്ലാം ഇപ്പോൾ ഗ്രൗണ്ടിലാണ്. ഹെഡ് മാഷുമുണ്ട്. കാല് തളർന്ന് നടക്കാൻ വയ്യാത്ത ഗീത മാത്രമില്ല. അവൾ വാതുക്കൽ നിന്ന് ഏന്തി വലിഞ്ഞ് നോക്കുകയാണ്. ഗ്രൗണ്ടിൻ്റെ അറ്റവും കടന്ന് വടി കണാരേട്ടൻ്റെ വയലിലെത്തി. പറിച്ചുകൊണ്ടിരുന്ന അമ്മൂമ്മമാർ പറക്കുന്ന വടിയും ആൾക്കൂട്ടവും കണ്ട് അന്തം വിട്ടു. അടുത്ത നിമിഷം അവരും പുറകെ പാഞ്ഞു. തോട്ടിൻ്റെ കരയിൽ അതാ കുത്തനെ നിൽക്കുന്നു വടി. നാണുമാഷ് തോട്ടിലേക്ക് ഒറ്റ ചാട്ടം. ഒന്ന് ചാടിയാൽ എന്താ എന്ന് അനഘയ്ക്കും തോന്നി. മുങ്ങിയും പൊങ്ങിയും മാഷ് വെള്ളത്തിൽ പരതുകയാണ്. കുരുത്തം കെട്ട ആ വടി എവിടെ? തോട്ടിൻകരയിൽ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. മാഷ്ക്ക് വടി കിട്ടുമോ? അനഘയുടെ ചങ്കിടിപ്പിന് വേഗം കൂടി. നിമിഷങ്ങൾ കടന്നുപോയി. മാഷ് കരയ്ക്ക് കയറി. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഗോപു വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഒറ്റ മുങ്ങൽ. ഗോപു വടിയുമായി കരയ്ക്ക് കയറി. ദാ മാഷേ വടി. അടി വാങ്ങാനായി കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. നാണുമാഷ് വടി വാങ്ങി ഗോപുവിൻ്റെ കണ്ണുകളിലേക്കും വടിയിലേക്കും മാറി മാറി നോക്കി. പിന്നെ വടി കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് തോട്ടിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ഗോപുവിനെ നോക്കി പുഞ്ചിരിച്ചു. കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ഈണം കണ്ടെത്താം. പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ കണ്ണൻ്റെ അമ്മ എന്ന കവിത വായിച്ചു നോക്കൂ. കണ്ണൻ്റെ അമ്മ എന്ന പാഠഭാഗം നമുക്ക് വായിക്കാം. കണ്ടോ കണ്ണനെ, കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ, കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ, കണ്ടില്ല, മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനെന്നു പീഡമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ണനി കാട്ടിലെ വന്നില്ല കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കഴലു കഴച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിൻ നീലിച്ച ഹൃത്തിൽ നിന്നപ്പോൾ ഓരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കമ്പുകാരം വിട്ടു വീഴുന്നു മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു.
കണ്ണും പൂട്ടി നിന്നമ്മതൻ കുഞ്ഞിൻ്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. ടീച്ചർ ഒരു ഈണത്തിൽ പാടി. നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ പാടി ഓഡിയോ അയച്ചു തരണം കേട്ടോ.